മനുഷ്യൻ്റെ തലയും പലതരം വിചിത്ര ചിത്രങ്ങളും പലതരം വിചിത്ര അടയാളങ്ങളും പല മൃഗങ്ങളുടെയും ചിത്രമുള്ള ഒരു കളിമണ്ണിൽ തീർത്ത ഫലകത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫൈസ്റ്റോസ് ഡിസ്ക് എന്നാണ് ഈ ഒരു ഫലകം അറിയപ്പെടുന്നത്. 100-ലേറെ വർഷമായി ആർക്കിയോളജിസ്റ്റിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫലകമാണ് ഫൈസ്റ്റോസ് ഡിസ്ക്. 1000-ലേറെ വർഷമുള്ള ഈ ഒരു ഫലകത്തിൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാൻ പല ആർക്കിയോളജിസ്റ്റും പെടാപ്പാടുപെടുകയാണ്. ഇത് ഡീകോഡ് ചെയ്തതായി പലരും പറയുന്നു. എന്നാൽ സത്യത്തിൽ ഇത് ഡീകോഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഗ്രീസിലെ ഏറ്റവും വലിയ ദ്വീപാണ് ക്രീറ്റ് ദ്വീപ്. ജനസംഖ്യയിലും ക്രീറ്റ് ദ്വീപ് തന്നെയാണ് മുന്നിൽ. ഇറ്റാലിയൻ ആർക്കിയോളജിസ്റ്റായ ലൂജി പെനിയർ 1908 ഒരു പര്യവേക്ഷണം നടത്തുകയുണ്ടായി. പാലസ് ഓഫ് ഫൈസ്റ്റോസ് എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തേടുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ. ബ്രോൺസ് ഏജിൽ ക്രീറ്റിലെ മിനോയിൻ സംസ്കാരത്തിൻ്റെ റൂളിലുള്ള ഒരു കൊട്ടാരമായിരുന്നു പാലസ് ഓഫ് ഫൈസ്റ്റോസ്. ആ കൊട്ടാരത്തിലേക്ക് കടക്കണമെങ്കിൽ കൊട്ടാരത്തിൻ്റെ അടിയിൽ പ്രത്യേകതയുള്ള ഒരു വാതിലും അറയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പലതരത്തിലുള്ള പുരാവസ്തുക്കൾ ലഭിച്ചെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കളിമണ്ണിൽ തീർത്ത ഈ ഒരു ഫലകം പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫലകമായി മാറുകയായിരുന്നു. ആ ഒരു ഫലകത്തിൽ മൊത്തം 45 ചിഹ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ പല ചിഹ്നങ്ങളും പലതവണ ആവർത്തിച്ച് വന്നിട്ടുമുണ്ട്. അങ്ങനെ മൊത്തം ടോട്ടൽ 242 ചിഹ്നങ്ങളായിരുന്നു ആ ഒരു ഫലകത്തിൽ ഉണ്ടായിരുന്നത്. ലോകത്ത് ഇന്നേ വരെ കണ്ടില്ലാത്ത ഒരു പ്രത്യേകതരം ഭാഷ അടങ്ങിയിട്ടുള്ള ഒരു ഫലകമാണെന്ന് പിന്നീട് തെളിഞ്ഞു. BC 1700 കാലഘട്ടത്തിലെ ഒരു ഫലകമാണെന്ന് പറയുന്നുമുണ്ട്. BC 1450-3000 കാലഘട്ടത്തിലാണ് ക്രീറ്റിൽ മിനോവിയൻ സംസ്കാരം സജീവമായിരുന്നത്. ഭാഷാ വിദഗ്ധർ ഇതിനെപ്പറ്റി തലങ്ങും വിലങ്ങും പഠിച്ചു. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഇത് ഒരുതരം കവിതയാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇതിൽ പലതരം കേഴ്സ് വേർഡ്സും മാജിക് ട്രിക്സും മാത്തമാറ്റിക്സും ഹോളി ടെക്സ്റ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഫലകത്തിലെ ഭാഷകളെപ്പറ്റി പറയുന്നത്. എന്നാൽ ആർക്കും ഇത് എന്ത് തരം ഭാഷയാണെന്ന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്ന് വായിച്ചു തുടങ്ങണമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. 6 ഇഞ്ചാണ് ഈ ഒരു ഫലകത്തിൻ്റെ വ്യാസം. എന്നാലും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം? ആരായിരിക്കും ഇതൊക്കെ എഴുതിയത്? ചിലർ പറയുന്നു അന്യഗ്രഹ ജീവികൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി എഴുതിയ ചില സന്ദേശങ്ങളാണ്. ഇനി അങ്ങനെയെങ്ങാനായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?